This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. കളത്തിൽ ഫോമ 2026-2028 ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പക്വമായ സമീപനങ്ങളും പ്രവർത്തന പരിചയ സമ്പത്തുമായാണ് സ്റ്റാൻലി കളത്തിൽ ഫോമ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മുന്നോട്ട് വരുന്നത്. ഫോമയുടെ ജോയിന്റ് സെക്രട്ടറി പദം അലങ്കരിച്ചതോടൊപ്പം കഴിഞ്ഞ കാലയളവിലെ ഫോമയുടെ ഉപദേശക സമിതി ചെയർമാൻ എന്ന അതീവ ഉത്തരവാദിത്തമുള്ള സ്ഥാനവും വഹിച്ചിരുന്നു. നമ്മുടെ ഫൊക്കാന എന്ന സംഘടന എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് സ്റ്റാൻലിയെ ശ്രദ്ധേയനാക്കുന്നത്. നാനാഭാഗത്തു നിന്നും ലഭിക്കുന്ന പിന്തുണ തന്നെ ഊർജ്ജസ്വലനാക്കുന്നതായി ഫോമയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്ന സ്റ്റാൻലി പറഞ്ഞു. ആശാപരമായും സൗഹൃദപരമായും സമ്പാദിക്കാൻ കഴിയുന്ന ടീമിനോടൊപ്പം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. ഫോമയുടെ തുടക്കം മുതൽ സജീവ പ്രവർത്തകനായിരുന്ന ഇദ്ദേഹം സംഘടനയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നേതാവാണ്. ഫോമ ന്യൂയോർക്ക് മെട്രോ റീജിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക എന്നതാണ് തന്റെ രീതി. നേട്ടങ്ങളോ പബ്ലിസിറ്റിയോ അല്ല ലക്ഷ്യം. നാട്ടിലും ഇവിടെയുമുള്ള ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അത് വ്യക്തമാകും. സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് നേതൃത്വത്തിൽ വരേണ്ടത്. താഴെത്തട്ടിൽ പ്രവർത്തിച്ച് നേതൃത്വത്തിലേക്ക് വരണം. പെട്ടെന്നൊരു നാൾ ഒരാൾ ഫോമ ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് തനിക്ക് യോജിപ്പില്ല. പ്രവർത്തിക്കുന്നവർക്ക് അവസരം കൊടുക്കണമെന്നാണ് തന്റെ പക്ഷം. സംഘടനയിലെ നല്ലൊരു പങ്കുമായും മികച്ച ബന്ധം പുലർത്തുന്നതിനാൽ വിജയത്തെപ്പറ്റി സംശയമൊന്നുമില്ല. തിരുവല്ല സ്വദേശിയായ സ്റ്റാൻലി ബാലജന സഖ്യത്തിൽ കൂടിയാണ് നേതൃത്വ രംഗത്ത് വന്നത്. ഫോമയുടെ ജനറൽ സെക്രട്ടറിയായി എല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം എല്ലാവരോടുമായി വിനീതമായി അപേക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.